ഹായ് മക്കളെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ നിങ്ങളെ പേഴ്സണലി ഈ ചാനലിലൂടെ ഒന്ന് കണ്ടിട്ട് എന്നോടൊന്നും ആർക്കും ഒന്നും തോന്നരുത്. ടു ബി ഫ്രാങ്ക്, വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അതേപടി അതേപോലെ എൻ്റെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, വികാരങ്ങൾ എല്ലാം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്യാറുണ്ട്. ഇത് മറ്റു പ്രശ്നങ്ങളൊന്നുമല്ലായിരുന്നു. കൊച്ചിയിൽ നമ്മൾ കലൂര് ഒരു ഓഫ്ലൈൻ സെന്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ റീസെന്റ് അതിന്റെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ. അപ്പൊ അതിന്റെ ഓട്ടത്തിലായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ്ലി ഓൺലൈൻ ക്ലാസ്സിലേക്ക് അധികം വന്ന് തലയിടാൻ പറ്റാഞ്ഞത്. ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പം പെരുകി വരുന്ന ഈ ഡ്രഗ് അഡിക്ഷൻ അത് വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇനി എൻട്രൻസിന് വേണ്ടിയും അല്ലെങ്കിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി എത്ര ക്ലാസ് എടുത്തെന്ന് പറഞ്ഞാലും ഈ ഡ്രഗ് അഡിക്ഷൻ പോലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കണ്ണും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അതത്ര സുഖകരമായ കാര്യമല്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ റീസെന്റ് ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഓഫ്ലൈൻ സെന്ററുമായിട്ട് ഓൺലൈൻ സെന്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില റെസിഡൻഷ്യൽ ഏരിയാസിലും അതേപോലെ തന്നെ കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ഇതിന്റെ അവയർനെസ് കൊടുക്കുന്ന ക്ലാസ്സുകളും സെഷൻസുമായിട്ടൊക്കെ കുറച്ച് ബിസി ആയി പോയതാണ് ക്ലാസ് എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം. പക്ഷെ ഇനിയും കഷ്ടിച്ച് നിങ്ങൾ കാണുന്നത് കൂട്ട് ജസ്റ്റ് 25 days ഇത്ര മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇനിയും കംപ്ലീറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ വരുന്ന ഒരു മാസക്കാലം, ഒരു മാസം ഇല്ല, ജസ്റ്റ് 3 weeks കഷ്ടിയുള്ളൂ. ഈ 3 ആഴ്ചക്കാലം എങ്ങനെ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതിന്റെ ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നതും. ഈ പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല. നമ്മളാലാവും വിധം എക്സാം എത്തുന്നിടത്തോളം കാലം ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകളിൽ നിങ്ങളെ മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ വരാൻ പോകുന്ന 25 ദിവസം നിങ്ങൾക്കറിയാം ഒരു കലാശക്കൊട്ടാണ്. ഒരു ലാസ്റ്റ് 20-25 days എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ക്രൂഷ്യലാണ്. എസ്പെഷ്യലി കുട്ടികൾ പല കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു, ഇനി എന്ത് ചെയ്യണം, അങ്ങനെ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും. പിന്നെ ആഫ്റ്റർ ഓൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ പല വിദ്യാർത്ഥികളും പല സെന്ററുകളിലായിട്ട് ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം. നല്ല കാര്യം. ക്രാഷ് കോഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. അവിടുത്തെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. പക്ഷെ ഇനിയും വരുന്ന ഈ 25 ദിവസം മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിൽ നിങ്ങളെ ഞങ്ങൾക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാം, ഈ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്. സോ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. നമുക്ക് നോക്കാം ഹൗ ടു പ്ലാൻ എ ഡേ. ഒരു ദിവസം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ജസ്റ്റ് പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയോടെ, ഈ വീഡിയോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മളുടെ കയ്യിൽ ഇനി അപ്രോക്സിമേറ്റ് 25 days ആണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. 25, 24, ചിലപ്പോൾ ചിലർ ഈ വീഡിയോസ് കാണുമ്പോൾ 20 days കാണത്തുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു അപ്രോക്സിമേറ്റ് ഞാൻ 20-25 days എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതില് ഹൗ ടു പ്ലാൻ എ ഡേ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. നമുക്കറിയാം ഒരു ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 മണിക്കൂറുണ്ട്. നമ്മുടെ കയ്യിൽ 24 hours ഉണ്ട്. ഈ 24 hours നിങ്ങൾ മസ്റ്റ് ആയിട്ടും 6 hours നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിൾ ആയിരിക്കും. 6 hours ഒക്കെ ഉറങ്ങാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി അവസാനം കിടന്ന് ഉറക്കത്തിന്റെ 1-2 മണിക്കൂർ മാറ്റി വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. 6 hours നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിച്ചു, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു 15 തൊട്ട് 16 മണിക്കൂർ വരെ നിങ്ങളുടെ സ്റ്റഡി ടൈം ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 15 hours. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിൽ 24 മണിക്കൂർ ഉള്ളതിൽ നിങ്ങളോട് ഞാൻ 15 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ ആവാം, ഒരു പ്രശ്നമില്ല. ഇനി ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തം ടൈം ടേബിളിൽ പഠിക്കുന്നവരെയാണ് ഞാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു 15 hours നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ആക്ച്വലി ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. നമ്മൾ വിചാരിക്കും 24 മണിക്കൂർ ഉണ്ടല്ലോ, അതിൽ 6 മണിക്കൂറല്ലേ ഉറങ്ങുന്നുള്ളൂ അല്ലെ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ബാക്കി എനിക്ക് അപ്പുറത്തേക്ക് 18 മണിക്കൂർ ഉണ്ടല്ലോ, ആ 18 മണിക്കൂറിൽ നിന്ന് 15 മണിക്കൂർ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നു പോകാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പൊ ചിലർ ചോദിക്കും ഈ അവസാനത്തെ ഒരു മാസം പഠിച്ച എൻട്രൻസ്
കിട്ടുമോ? സത്യമായിട്ട് ഒരു മാസം മാത്രം പഠിച്ച എൻട്രൻസ് ഒന്നും കിട്ടത്തില്ല. ഓൾറെഡി പഠിച്ച് അതൊന്ന് റിവിഷന് വേണ്ടി അവസാനത്തെ ഒരു മാസം ഇരിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഒന്ന്, അല്ലെങ്കിൽ ഈ ഒരു മാസം കഷ്ടപ്പെട്ടിട്ട് എന്താണ് എൻട്രൻസിന്റെ സിലബസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് നമുക്ക് ഗുണമാകുന്നത്. അല്ലാതെ സീറോയിൽ നിന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ അവിടെ കിടന്ന് പെടാപ്പാട് പെടും, കഷ്ടപ്പെടും നമ്മൾ. കാര്യം ഓൾറെഡി കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി ഓൾറെഡി കോമ്പറ്റീറ്റീവ് മൈൻഡിൽ പഠിച്ചിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ കൂടെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ വരരുത്. സോ ഈ 1 മന്ത് പ്രോപ്പറായിട്ട്, ഇനി വരുന്ന ഈ 20-25 ഡേയ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ 15 മണിക്കൂർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ കണ്ടെത്തുക. ഇനി ഈ 15 മണിക്കൂറിന് ഞാനൊരു സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏകദേശ സ്പ്ലിറ്റപ്പ് ആണ്, എക്സാക്ട് ഇത് തന്നെ വേണം എന്നല്ല. പക്ഷെ ഈ 15 മണിക്കൂർ മാൻഡേറ്ററി ആണ്. എക്സാക്ട് നിങ്ങൾ 15 മണിക്കൂർ എടുക്കുക. ഇനി നിങ്ങൾക്ക് പൊതുവെ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാല് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാണ്. ബയോളജി അത് സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്തോളൂ. സുവോളജി ആൻഡ് ബോട്ടണി നമുക്ക് അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യാം. സുവോളജി ആൻഡ് ബോട്ടണി അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്തോളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസത്തിന്റെ 6 അവേഴ്സ് ഞാൻ ആർക്ക് കൊടുക്കുന്നു? 6 അവേഴ്സ് ഞാൻ ഫിസിക്സിന് കൊടുക്കുന്നു. കാരണം എൻ്റെ കയ്യിൽ 15 മണിക്കൂറുണ്ട്. അതിൽ 6 മണിക്കൂർ ഞാൻ ആർക്ക് കൊടുക്കും? ഉറപ്പായിട്ടും ഫിസിക്സിന് കൊടുക്കും. അത് കഴിഞ്ഞ് വരുന്ന 5 മണിക്കൂർ 5 അവേഴ്സ് ഞാൻ ആർക്ക് കൊടുക്കുന്നു? ഉറപ്പായിട്ടും ഞാൻ ആർക്ക് കൊടുക്കും? കെമിസ്ട്രിക്ക് കൊടുക്കും. ഇപ്പൊ തന്നെ എത്ര മണിക്കൂർ കവർ ചെയ്തു? 6ഉം 5ഉം 11 അല്ലേ? ഇനി നമ്മുടെ കയ്യിൽ 4 മണിക്കൂറേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് 2 അവേഴ്സ് നിങ്ങൾ സുവോളജിക്കും അതേപോലെ 2 അവേഴ്സ് നിങ്ങൾക്ക് ബോട്ടണിക്കും കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കാം. ഈ ഒരു ടൈം ഡിഫറൻസ് വരാനുള്ള കാരണം നമ്മൾ ഫിസിക്സിൽ നമുക്ക് പഠിക്കേണ്ട നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 28 ആണ്. അതേ സമയത്ത് കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ 19 വരുന്നുള്ളൂ. ചാപ്റ്ററിന്റെ എണ്ണത്തിന്റെ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത്രയും ചാപ്റ്ററേ വരുന്നുള്ളൂ. സോ അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി നിങ്ങൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. അപ്പൊ അതിന് കൂടുതൽ സമയം കൊടുക്കണം. ബയോളജി ഏറെക്കുറെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ബയോളജി ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അതിനൊരു 4 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റിവെക്കാം. അപ്പൊ ഏകദേശം ഒരു ടൈം ഷെഡ്യൂൾ ആണ്. എക്സാക്ട് ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് 15 വേണമെങ്കിൽ ഫിസിക്സ് നിങ്ങൾ അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ടൊരു സ്റ്റുഡന്റ് ആണ്, നോ പ്രോബ്ലം. 5 ആക്കിക്ക് ഒരു പ്രശ്നമില്ല. ഇനി ഫിസിക്സിൽ നിങ്ങൾ അൾട്ടിമേറ്റ്, നിങ്ങൾ ഇവിടെ 4 കൊടുത്തിട്ട് ഇവിടെ 5 കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് കൂടുതൽ സമയം കൊടുത്തു, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. പക്ഷെ ഫിസിക്സ് ബുദ്ധിമുട്ടുന്ന, ബയോളജി അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന സ്റ്റുഡൻസ് ആണ് മെജോറിറ്റി. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇവിടെ 6ഉം 4ഉം 10ഉം 5ഉം 15 മണിക്കൂർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഈ 2 സബ്ജക്റ്റുകളെ പറ്റി ഇതിന്റെ അപ്പുറത്തേക്ക് ആധികാരികമായി ഞാൻ സംസാരിക്കുന്നില്ല. ബിക്കോസ് ഐ ആം എ ഫിസിക്സ് ടീച്ചർ. സോ ഫിസിക്സിനെ എങ്ങനെ കുറച്ചുകൂടെ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാം, ഈ കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കാം. ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഈ 6 അവേഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം, നമ്മുടെ കയ്യിൽ ഇപ്പം ഫിസിക്സിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സമയം, ഫിസിക്സിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചത് 6 അവേഴ്സ് ആണ് അല്ലെ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം ചാപ്റ്ററുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പഠിക്കാനുള്ളതും എന്നാൽ ആ ചാപ്റ്റർ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ഒരുപാട് പഠിക്കാനുള്ള, ഒട്ടും അറിയാത്ത, സീറോ നോളജ് ഉള്ള ചാപ്റ്ററോ ടോപ്പിക്കോ ഇനിയും നിങ്ങൾ തൊടാൻ നിൽക്കരുത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേവ് ഒപ്റ്റിക്സിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല, ഇനിയും നിങ്ങൾ അത് പഠിക്കാൻ നിൽക്കരുത്. വേവ് ഒപ്റ്റിക്സിനെ പറ്റി നിങ്ങൾക്ക് സീറോ നോളജ് ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇനി അത് പഠിക്കാൻ നിൽക്കരുത്. പകരം നിങ്ങൾക്ക് ചെയ്യാം, ആ ചാപ്റ്ററിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്ന് ആസ് എ ടീച്ചർ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പകരം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ആ വേവ് ഒപ്റ്റിക്സ് ചെയ്യുന്ന കഴിഞ്ഞ 5 വർഷം ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, പ്രയോറിറ്റി വൈസ് നിങ്ങൾക്കറിയാം, +2 പാർട്ട് 1 അത് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. +2 പാർട്ട് 1, അത് കഴിഞ്ഞ് +1 പാർട്ട് 1 അടുത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. +1 പാർട്ട് 1, അത് കഴിഞ്ഞ് +2 പാർട്ട് 2 ഇമ്പോർട്ടൻസ് കൊടുക്കുക. +2 പാർട്ട് 2, അത് കഴിഞ്ഞ് നിങ്ങൾ +1 പാർട്ട്
2-ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ ചാപ്റ്റർ പ്രയോറിറ്റി ഓർഡർ. ഇതൊക്കെ ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് അടിപൊളി കുറെ ചാപ്റ്റേഴ്സ് കിട്ടും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജ് പോലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കിട്ടും. ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് മെക്കാനിക്സ് ആണ്, 1D 2D ലോസ് ഒക്കെ കിട്ടും. ഈവൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിന്ന് പോലും 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ടെക്സ്റ്റുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ അവസാനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കുള്ളത് 6 hours ആണ്. ഈ 6 hours-നെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ? നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഷോർട്ട് നോട്ട് ഉണ്ട്. ഈ ഷോർട്ട് നോട്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങളുടെ സ്വന്തം നോട്ടാണ് അത്. നിങ്ങൾക്കറിയാം ഇതെന്താണ്, ഇത് എവിടെയാണ്, ഇത് എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് ആ നോട്ടിനെ പറ്റി നിങ്ങൾക്കുള്ള ധാരണ വേറെ ആർക്കും ഇല്ല. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഷോർട്ട് നോട്ട് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനുവേണ്ടി മാക്സിമം ഒരു 1 hour യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 1 hour നമ്മൾ അതിനുവേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഷോർട്ട് നോട്ട് പഠിച്ചു പോകുമ്പോൾ ഷോർട്ട് നോട്ട് റീഡ് ചെയ്യാനാണ് 1 hour. ആ ഷോർട്ട് നോട്ട് മാക്സിമം ഞാൻ പറയുന്നത്. ഈ ഷോർട്ട് നോട്ട് പഠിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ഏരിയാസും ചില ടോപ്പിക്സും കാണും. അപ്പൊ അതൊന്ന് റിവിഷൻ നടത്തുക. അത് ഓടിപ്പോയി പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ട്, ആ ഷോർട്ട് നോട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ടോപ്പിക് എടുത്ത് വെച്ച് ഒരു റിവിഷൻ നടത്തുക. ചിലപ്പോൾ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കാണും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു വരികയാണ്. അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഡൈപോൾ എന്ന് പറഞ്ഞ ഏരിയ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടു. അപ്പൊ ഡൈപോളിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി ഉറപ്പായിട്ടും ആ പർട്ടിക്കുലർ ചാപ്റ്ററിന് റിവിഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് റിവിഷൻ നടത്തുക. അപ്പൊ അതിനുവേണ്ടി അതേ സമയം നമുക്കില്ല. ഇനി മാക്സിമം 1 hour മാക്സിമം ആ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യാൻ എടുക്കേണ്ട സമയം. ഒരു ടോപ്പിക് അല്ല, ആ ചാപ്റ്ററിലെ ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ അതെല്ലാം കൂടെ റിവൈസ് ചെയ്യാൻ നിങ്ങളൊരു 1 hour എടുക്കാവുള്ളൂ. ഇനി സപ്പോസ് ഒരേ ദിവസം തന്നെ നിങ്ങൾ 2 ചാപ്റ്റർ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്, ഉറപ്പായിട്ടും വരും. കാര്യം ഇനി നമുക്ക് 25 ഡേയ്സേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ 28 ചാപ്റ്റർ തന്നെ ഉണ്ട്. അപ്പൊ ഫിസിക്സിന് അതിൽ 6 മണിക്കൂർ നിങ്ങൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ആ 6 മണിക്കൂറിൽ ചിലപ്പോൾ ഒരു ദിവസം 2 ചാപ്റ്റർ നോക്കേണ്ടി, ചിലപ്പോഴല്ല എന്തായാലും നിങ്ങൾ നോക്കേണ്ടി വരും. അപ്പൊ 2 ചാപ്റ്റർ നോക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഷോർട്ട് നോട്ട് 2 ചാപ്റ്റർ നോക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് എത്ര മണിക്കൂർ എടുക്കാം? 2 മണിക്കൂർ എടുക്കാം. ക്ലിയർ? നിങ്ങൾക്ക് റിവിഷന് വേണ്ടി മൊത്തത്തിൽ 1 hour ആണ് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര മണിക്കൂർ എടുക്കാം? ഒരു 2 മണിക്കൂർ എടുക്കാം. അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1.5 മണിക്കൂർ. ഇപ്പൊ നിങ്ങൾ 2 ചാപ്റ്റർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1:30, 1.5 മണിക്കൂർ ഇവിടെയും കൊടുക്കുക, 1.5 മണിക്കൂർ ഇവിടെയും കൊടുക്കുക. മാക്സിമം 2 ചാപ്റ്റർ കവർ ചെയ്യാൻ ഈ സമയത്ത് കൂടുതൽ എടുക്കരുത്. ഇത് ഓർത്തോണം, 2 ചാപ്റ്റേഴ്സിനാണ്, 2 ചാപ്റ്റേഴ്സിന്റെ കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ? ഇവിടെ 2 ചാപ്റ്റർ, അതായത് ഒരു ഡേയിൽ 2 ചാപ്റ്റർ. അപ്പൊ 1.5 മണിക്കൂർ 3 മണിക്കൂർ പോയി. റിമൈനിങ് നിങ്ങളുടെ കയ്യിൽ ഒരു 3 hours ആണുള്ളത്. ഈ 3 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മോക്ക് ടെസ്റ്റ് ആൻഡ് PYQ. ഒന്നെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെയ്തിരിക്കണം. അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദിസ് മോക്ക് ടെസ്റ്റ് ആൻഡ് PYQ. കാര്യം ഈ റിവിഷൻ നോട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ പെട്ടെന്ന് റിവൈസ് ചെയ്ത് ഇനി വിടുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാക്കാൻ പറ്റണം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മോക്ക് സീരീസ് ഞങ്ങൾക്ക് നടത്തി തരാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പറ്റും. അതേപോലെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ പറ്റും. ഒരു ഹെൽപ്പോടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഹെൽപ്പോടെ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു റിവിഷൻ പ്ലാൻ എടുക്കാൻ പറഞ്ഞു അല്ലെ? നിങ്ങൾ റിവിഷൻ എടുക്കാൻ പറഞ്ഞു. ഈ റിവിഷൻ എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും? കൺഫ്യൂഷൻസ് വരാം. ചിലപ്പോൾ ചില ടോപ്പിക്കിലോ ചില ക്വസ്റ്റ്യൻസിലോ ക്ലാരിറ്റി കുറവുണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ നിങ്ങൾ ഈ സാധനം എടുത്ത് ഞാൻ ഈ എഴുതി തരുന്ന വാട്സ്ആപ്പ് നമ്പർ 9995657816, ഇത് നമ്മുടെ ഓഫീസിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആണ്. നിങ്ങൾ ഈ വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഷൂട്ട് ചെയ്തു. നിങ്ങൾ ഈ വാട്സ്ആപ്പ് നമ്പറിലോട്ട് എടുത്തിട്ടോ. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കും. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഡൈപോളിന്റെ കോൺസെപ്റ്റ്, അത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ, അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ആ പോയിന്റ് എടുത്തപ്പോൾ അല്ലെങ്കിൽ അവിടെ ആംഗിൾ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. ഒബ്വിയസ്ലി ഫോട്ടോ എടുക്കുക, ഈ നമ്പറിലോട്ട് ഷൂട്ട് ചെയ്യുക, ഒരൊറ്റ വോയിസ് നോട്ട്, സാർ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതിനകത്ത് എന്താണ് പ്രശ്നം, ഞങ്ങൾ പറഞ്ഞു തരാം, 100% പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്,
അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ നമ്പർ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, ഈ നമ്പറിലൂടെ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് PYQ സീരീസുകൾ, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 2024 ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ 2023, 2022, 2021 ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ നമ്മുടെ ചാനലിലൂടെ ഞങ്ങൾ ഇട്ട് തരാം. റീസെന്റ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അപ്ലോഡ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ഈസി ആയിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണല്ലോ. ആൻഡ് ഫൈനലി നമുക്കൊരു കാര്യം കൂടി എടുക്കാം. എങ്ങനെ ചാപ്റ്ററുകൾക്ക് ഓരോ ഡേ കൊടുക്കാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഞാൻ 1, 2, 3 നമുക്ക് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ഡേ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. കാര്യം നമുക്കൊരു 2 to 3 ക്വസ്റ്റ്യൻ വരെ കിട്ടുന്നതാണ്. അതുകൊണ്ട് അത് പ്രോപ്പർ ആയിട്ട് അങ്ങ് പഠിക്കുക. സെക്കൻഡ് ഡേയിൽ 1 ഡയമെൻഷൻ ആൻഡ് 2 ഡയമെൻഷൻ. തേർഡ് ഡേയിൽ എന്ത് കൊടുക്കാം? ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് എനർജി, അല്ലെ? വർക്ക് എനർജി പഠിക്കാം. ഫോർത്ത് ഡേയിൽ റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. ഫിഫ്ത്ത് ഡേയിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഗ്രാവിറ്റേഷൻ കഴിഞ്ഞ് നമുക്ക് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്. അതേപോലെ സിക്സ്ത് ഡേയിൽ ഹീറ്റ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി. ആ 3 ചാപ്റ്ററൂടെ കമ്പൈൻ ചെയ്ത് അങ്ങ് പഠിക്കുക. ആൻഡ് ഫൈനലി സെവൻത് ഡേയിൽ ഓസിലേഷൻ ആൻഡ് വേവ്സ്, വേവ്സ് ആൻഡ് ഓസിലേഷൻ, വേവ്സ് ആൻഡ് ഓസിലേഷൻ. 7 ദിവസം മാറ്റി വെക്കുക. 7 ദിവസം കൊണ്ട് ഇനിയുള്ള 25, 24 ദിവസത്തിലെ ഫസ്റ്റ് 7 ഡേയ്സിൽ നിങ്ങൾ ഇത്രയും ചാപ്റ്റർ തീർക്കണം. 100% തീർത്തിരിക്കണം. ഇത് പാർട്ട് 1 ആണ്. അതിലെ തന്നെ ഇനി അടുത്ത 7, 8ാമത്തെ ദിവസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിലും നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിക്കാം. ഇത് പാർട്ട് 1 ടെക്സ്റ്റ്, സോറി +1 പാർട്ട് 1 and 2 ആണ്. അതിൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. +2 കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ +2 കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഏത് കൊടുക്കാം? ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 ഒന്നിച്ച് പഠിക്കാം, അല്ലെ? 9ാമത്തെ ഡേയിൽ 9th ഡേ എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി മൂവിങ് ചാർജ് പഠിക്കാം, അല്ലെ? കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വേണ്ട, കറണ്ട് ഇലക്ട്രിസിറ്റി ഒറ്റയ്ക്ക് പഠിച്ചു. കറണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാം. കാരണം കറണ്ട് ഒരു വലിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കാണുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് പഠിക്കാം. 10ാമത്തെ ഡേ മൂവിങ് ചാർജ്, അതേപോലെ മാഗ്നറ്റിസം. 11ാമത്തെ ഡേ മാഗ്നറ്റിസം കഴിഞ്ഞ് നമുക്ക് ഏതാ വരുന്നത്? ഇൻഡക്ഷൻ ആൻഡ് AC, അല്ലെ? ഇൻഡക്ഷനും ACയും പഠിക്കാം. 12ാമത്തെ ഡേ EM വേവ് ഞാൻ വിടുവാണ്. EM വേവ് അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് പഠിക്കാം, ഒന്നിച്ച് പഠിക്കാം, റേ ആൻഡ് വേവ്. 13ാമത്തെ ഡേ റേ വേവ് കഴിഞ്ഞ് ഏതാ? ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ. നമുക്കത് ഒന്നിച്ച് പഠിക്കാം. ഒറ്റ ഡേയിൽ എടുക്കണം. ദൈവന്മാര് ഹീറ്റ്, തെർമോകൈനറ്റിക് തിയറി എടുത്ത പോലെ തന്നെ ഇത് ഒറ്റ സ്ട്രെച്ചിൽ എടുത്ത് പോകണം. ആൻഡ് ഫൈനലി 14ാമത്തെ ദിവസം ഡ്യുവൽ നേച്ചർ കഴിഞ്ഞാരാ വരുന്നത്? സെമി കണ്ടക്ടറും കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ട. അപ്പൊ സെമി കണ്ടക്ടറും ഇതിന്റെ കൂടെ ആരെ പഠിക്കുക? EM വേവ് പഠിക്കുക. 14 ദിവസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ റിവിഷൻ പ്ലാൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണം. ഇതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, ആദ്യം നമുക്ക് ഇവന്മാരെ വേണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ഇവരെ വേണം നിങ്ങളുടെ സെക്കൻഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ഇവര് നമ്മുടെ തേർഡ് പ്രയോറിറ്റി ലിസ്റ്റും ഇവര് നിങ്ങളുടെ 4th പ്രയോറിറ്റി ലിസ്റ്റും ആയിരിക്കണം. ക്ലിയർ? ഈ ഒരു രീതിയിൽ ഇത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് ആദ്യം നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് മക്കളെ പ്ലാൻ ചെയ്യണം. ഇത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു 15 മണിക്കൂർ എടുക്കുക. അതിൽ ആദ്യത്തേന്നൊന്നും പറയുന്നില്ല, 6 hours ഫിസിക്സിന് ഡെഡിക്കേറ്റ്ലി കൊടുക്കുക. ഒരു ദിവസം 2 ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വൺസ് അഗെയിൻ ഞാൻ ഞങ്ങളുടെ നമ്പർ എഴുതുന്നു, 9995657816. നിങ്ങൾക്ക് ഈ നമ്പറിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഏതെങ്കിലും കോൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ ഒരു ഫോട്ടോ എടുക്കുക, ഇടുക. എന്താണ് ഡൗട്ട് എന്നുള്ളത് ഒരു വോയിസ് നോട്ട് ഇടുക. നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ റിട്ടേൺ സൊല്യൂഷൻ ആയിട്ടോ എങ്ങനെ വേണേലും അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. നിങ്ങളെ മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇതോടൊപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് PYQ, എസ്പെഷ്യലി PYQ, പിന്നെ മോക്ക് സീരീസ്.
മോക്ക് സീരീസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പല സെന്ററുകളുടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, നോ പ്രോബ്ലം. പക്ഷെ PYQ നമ്മൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിനും നിങ്ങളെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒരു PYQ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നമ്മുടെ സീരീസ് എത്തിയിട്ടില്ല, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്തിട്ട് അയച്ചു, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ പോട്ടെ. ഞാൻ അധിക സമയം കളയുന്നില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഞാൻ സാധാരണ ഇതൊക്കെ ഓൾറെഡി എഴുതി വെച്ചൊക്കെ കയറുന്നതായിരിക്കും. ഇത് ഒട്ടും സമയമില്ല, ഓടി കയറി വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാനിങ് തോന്നി നിങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനുമായിട്ടൊക്കെ കണ്ടുമുട്ടാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കുള്ളത് നമ്മുടെ ലൈഫിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. കോൺഫിഡൻസോടെ ഇരിക്കുക. ഓൾ ദ ബെസ്റ്റ്.